അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധവും പരിപാവനവുമായ റമളാൻ ഷരീഫിൻ്റെ അനർഘങ്ങളായ പവിത്രമായ സമയങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. പരിശുദ്ധമായ റമളാൻ പ്രാർത്ഥനയുടെ ദുആയുടെ മാസം കൂടെയാണ്. രാപ്പകലുകളിൽ ഒട്ടനവധി ദുആകളും പ്രാർത്ഥനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ദിനേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും അചഞ്ചലമായ വിശ്വാസം നാം ദിനേന പറയുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിലെ അദ്കാറുകളിൽ ഉപേക്ഷിക്കാൻ പാടില്ലാത്തൊരു ദിക്റാണ്. റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലാത്ത മാസങ്ങളിലും വളരെ അത്യാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു വലിയൊരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി മാത്രമല്ല അതിൻ്റെ ഉപയോഗം, നമ്മുടെ എല്ലാവിധ ഖൈറിൻ്റെയും നിദാനം ഇസ്തിഗ്ഫാറാണെന്ന് കാണാൻ കഴിയും. എല്ലാ വിജയത്തിൻ്റെയും നിദാനം ഇസ്തിഗ്ഫാറാണെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ദുആയിൽ ഫിറ്റ് വെച്ചിരിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. വിശ്വാസം ഉറപ്പിച്ചതിന് ശേഷം റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്. ശേഷം പറയുന്നതോ അസ്അലുക്കൽ ജന്ന. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുകയാണ്. സ്വർഗം ആർക്കും കയറാനുള്ള ഒരിടമല്ല. ഇവിടെ നല്ലവനായി ജീവിച്ച് നല്ലവനായി മരിക്കുന്നവർക്ക് മാത്രം, മുത്തഖിയായി ജീവിച്ച് മുത്തഖിയായി മരിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗം അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ അന്ത്യം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ആരാധനകളുടെ അവസ്ഥകൾ ഒന്നും നമുക്കറിയില്ല. പക്ഷേ റബ്ബിനോട് ദുആയിരക്കണം, അല്ലാഹുവേ, നീ എനിക്ക് സ്വർഗം നൽകണം. സ്വർഗം മാത്രമല്ല, വഅഊദു ബിക മിനന്നാർ, നരകമോചനവും നൽകണം. നരകമോചനവും നൽകണം. പരിശുദ്ധമായ റമളാനിൽ ഇത്ഖും മിനന്നാർ, നരകമോചനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നിസ്കാരവേളകളിലും അല്ലാത്ത സമയങ്ങളിലും ഈ ദിക്ർ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അതിനുള്ള വലിയ പ്രതിഫലം അല്ലാഹു നൽകും. അവ്വലുഹു റഹ്മ, പരിശുദ്ധമായ റമളാന്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവിൻ്റെ കാരുണ്യമില്ലാതെ, അല്ലാഹുവിൻ്റെ കരുണയില്ലാതെ, അല്ലാഹുവിൻ്റെ സ്നേഹമില്ലാതെ, അല്ലാഹുവിൻ്റെ ബറക്കത്തില്ലാതെ ഒരാൾക്കും ജീവിക്കുക സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഏത് സമയത്തും നമുക്ക് നൽകിക്കൊണ്ടിരിക്കണം. അതിന് അല്ലാഹുവിനോട് നാം ചോദിക്കണം. കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനായ റബ്ബേ, എനിക്ക് നീ റഹ്മത്ത് നൽകണം എന്നുള്ള ഈ 2 ദുആകളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ ഓരോ നിമിഷങ്ങളിലും മണിക്കൂറുകളിലും ഇബാദത്തുകളിലും അലിഞ്ഞു ചേരണം. നമ്മുടെ ദുആകളിലൊക്കെ ഈ ദുആകൾ ഉൾപ്പെടുത്തിയാൽ വളരെ ഫലവത്താണ്. അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, മറക്കരുത്. ഈ ദുആ നമ്മുടെ അഭിവാജ്യ ഘടകമായി നാം കൊണ്ട് നടക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമളാൻ ഷരീഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാനും അല്ലാഹു സ്വീകരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.